ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ആദർശ സ്നേഹത്തോടു കൂടി നയനയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത് ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ പറയാണ് ഈ ശല്യം പോകുമെന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷെ അത് പിന്നെയും വന്നല്ലോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ നമ്മുടെ ആദർശ് നയനിക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊടുക്കുന്നത്. ഒരു ഡയമണ്ട് നെക്ലേസിൻ്റെ ഒരു സെറ്റാണ് ആദർശ് കൊടുക്കുന്നത്. അത് വിഷുവിന് നയനിക്ക് സമ്മാനമൊന്നും കൊടുക്കാത്തത് കൊണ്ട് ആദർശ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അത് കാണുമ്പോൾ പിന്നെ അനാമികയുടെയും ജലജയുടെയൊക്കെ ഗ്യാസ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബി ജലജയോട് സംസാരിക്കുകയാണ് കേട്ടോ. അതെ, ഒരു കാര്യം പറയട്ടെ അമ്മേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചുകൊണ്ടാണോ നീ വന്നിരിക്കുന്നത്? അല്ല അമ്മ, എന്തിനാ ഇപ്പം നവ്യയുടെ അടുത്ത് പോയി അവൾക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തത്? അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പോലും അവൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല, ഒരു ചായ പോലും. എന്നിട്ടിപ്പം നന്ദാവനത്തിൽ പോയി ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ജലജ പറയാ, എടാ നീ എന്തിനാ ഇപ്പം നന്ദാവനത്തിൽ പോകുന്നത്? നീ ഇപ്പോൾ പലപ്പോഴും അവിടെ പോകുന്നുണ്ടെന്നും നവ്യോട് ഭയങ്കര സ്നേഹമാണെന്നും ബാത്റൂം വരെ കഴുകി ഇടുവാണെന്നും ഒക്കെ പറയുന്ന കേട്ടല്ലോ. അത്രയും സ്നേഹം നീ അവളോട് കാണിക്കുന്നത് എന്തുകൊണ്ടാ? പിന്നെ ഞാനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോയിന് നീ കണക്ക് പറയുന്നത് എന്തിനാ? അപ്പോൾ അബി പറയാണ്, അതമ്മേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അമ്മയ്ക്ക് എന്നെ ശരിക്കും അറിയാമല്ലോ. അതെ, നിന്നെ എനിക്ക് ശരിക്കും അറിയാം, അതുകൊണ്ടല്ലേ ഞാനിത് ചോദിച്ചത്. എന്തോ വലിയൊരു കാരണമുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെ മാറില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലേ? അതേന്നേ, അവൾ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളെ പിണക്കുന്നത് ശരിയല്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ അവിടെ പോയി അവരുടെ ബാത്റൂം കഴുകി കൊടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? ആ, എന്നാ നീ ഈ കാര്യം കൂടെ ആലോചിച്ചോ. ഞാനും ഇപ്പം ഇങ്ങനെ ചെയ്തതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണും. അവൾ വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെ പോയി ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവളത് സമ്മതിക്കുമോ? അറിയാമല്ലേ, നമ്മൾ ചെയ്ത ചില കള്ളത്തരങ്ങളൊക്കെ അവൾക്കറിയാമെന്ന്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവളുടെ ഫോണിലുണ്ടെന്ന്. അത് വെച്ച് അവൾ ബ്ലാക്ക് മെയിൽ ചെയ്തല്ലേ ഇത്രയും നാളും ഇവിടെ പിടിച്ചു നിന്നത്. ഇപ്പോഴും അങ്ങനെ ചെയ്യുമ്പം നീ പറഞ്ഞ പോലെ ഈ ഒരു അവസാന നിമിഷം നമ്മളതെല്ലാം കോളാക്കേണ്ട കാര്യമുണ്ടോ? ഗതി കെട്ടാലും വേണ്ടില്ല, അവിടെ പോയി അവൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കുറേ അങ്ങ് തീറ്റിച്ചേക്കാമെന്ന് ഞാനും വിചാരിച്ചു. എടാ, പോയത് കൊണ്ട് ഗുണമുണ്ടടാ. അവിടെ ചെന്നപ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ മണത്തറിഞ്ഞു. അപ്പം ചോദിക്കുകയാണ് അബി, എന്ത് കാര്യ? അതെ, ആദർശ എന്ന നയനയെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അതിലവിടെ എല്ലാവർക്കും വലിയ സന്തോഷമൊക്കെയാ. ആദർശ നയനയെ ഉപേക്ഷിക്കുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് ആദർശിൻ്റെ വരവ്. അവിടെ ദേവയാനിയെക്കുറിച്ച് പറയുന്നിടത്തും അവർക്കൊക്കെ വലിയ താല്പര്യമാണ്. ഏടത്തേക്ക് ഇപ്പം മാറ്റമുണ്ട്. ഏടത്തി നയനിയും അതുപോലെ തന്നെ നന്ദാവനത്തിലുള്ളവരെയൊക്കെ സ്നേഹിക്കാനും അടുപ്പം കാണിക്കാനും ഒക്കെ തുടങ്ങിയോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ജലജ. അപ്പോൾ അബി പറയുന്നുണ്ട്, അക്കാര്യത്തിൽ അമ്മ സംശയിക്കൊന്നും വേണ്ട. വല്യമ്മയ്ക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. വല്യമ്മ ആരാ മോള്, പിന്നെ കുറച്ചൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ടായിരിക്കും. അത് ആദർശിനെ ഓർത്തിട്ട് തന്നെയാ. അവനല്ലേ ഇപ്പോഴും ഇവിടെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, ശരിയാ മോനെ, അവനെ ഇവിടെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഈ ഭരണം നമുക്കൊന്ന് അവസാനിപ്പിക്കണം. എന്തെങ്കിലും ഒരു പണി അവനിട്ട് കൊടുക്കാനും പറ്റുന്നില്ലല്ലോ. അപ്പം അബി പറയാണ്, അതമ്മേ, ഞാൻ ഇവിടെ കടയിൽ ജ്വല്ലറിയിൽ കാണിച്ച കള്ളത്തരങ്ങൾ മുഴുവൻ അവൻ്റെ തലയിൽ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആരും വിശ്വസിക്കില്ല അവൻ അങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ചെയ്യുമെന്ന്. കള്ളസ്വർണം മൂർത്തീസ് ജ്വല്ലറി വഴി വിറ്റഴിച്ചത് ആദർശമാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്യുന്നുണ്ടമ്മേ. അപ്പോൾ ജലജ പറയാണ്, അതൊന്നും നിനക്ക് നടക്കാൻ പോകുന്നില്ല മോനെ. ആദർശിൻ്റെ കൂടെ എല്ലാവരും. അവൻ അങ്ങനെ ഒരു തട്ടിപ്പിന് കൂട്ടു നിൽക്കില്ലെന്ന് അവർക്കറിയാം. പിന്നെയും കുറ്റാരോപിതനാവുന്നത് നീ ആയിരിക്കും. അതുകൊണ്ട് നീ ഇക്കാര്യം ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് ഞാൻ ആ SIയെ കയ്യിലെടുത്തിട്ടുണ്ടമ്മേ. അതുകൊണ്ടല്ലേ ഞാനിപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത്. ഞാനാണെന്നുള്ള വിവരം അങ്ങേര് പറഞ്ഞിട്ടില്ല, പറയേയില്ല. ആദർശിൻ്റെ തലയിലേക്ക് അതൊന്ന് ചാർത്തി കൊടുത്താൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അപ്പം ജലജ പറയാണ്, അതിനൊക്കെ അവസരം കിട്ടും മോനെ. ആദർശിന് എപ്പോഴും നല്ല സമയമൊന്നും ആയിരിക്കുകയല്ല. അവൻ്റെ തലയിലേക്ക് നമുക്കിതും വെച്ച് കൊടുക്കണം എന്ന് ജലജ പറയാം. അപ്പം അബി പറയുന്നുണ്ട്, ഇത് മാത്രമല്ല വേറെ ചില കാര്യങ്ങളും കൂടെ ആദർശിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കണം
എന്ന് പറയാൻ. അപ്പം ജലജ പറയാ, വേറെ എന്ത് കാര്യം നീ ഇട്ട് കൊടുക്കാനാ? അവൻ്റെ ഭാര്യ നയന കൂടി വന്നു. രണ്ടുപേരും കൂടെയുള്ള സ്നേഹം കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. പണ്ടത്തേതിലും വലിയൊരു സ്നേഹവും ബോണ്ടും ഒക്കെയാണ് അവർ തമ്മിൽ. അതൊന്ന് തകർക്കാൻ പറ്റിയ എല്ലാ അയനെ. ഞാനും ആ അനാമികയും എല്ലാം കൂടി അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങോട്ട് നടക്കുന്നില്ല. അമ്മ നോക്കിക്കോ, ഒത്ത ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ ആ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. ഞാൻ ചെറിയൊരു പണി ആദർശിന് കൊടുക്കും. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എന്ത് പണിയാടാ നീ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? നിനക്ക് വരുന്ന വല്ല പണിയാണോ? നീ എന്തോ പണിയൊക്കെ ഒപ്പിച്ച് വച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിന്റെ ഈ വെപ്രാളവും നവ്യയോടുള്ള സ്നേഹവും എല്ലാം കൂടെ കാണുമ്പം എന്തോ വലിയൊരു പണി വരുന്നുണ്ടല്ലോ. അപ്പോൾ അഭി പറയാണ്, വലിയൊരു പണി തന്നെയാ, പക്ഷെ അമ്മ അത് കണ്ടോണം. എൻ്റെ കുരുട്ട് ബുദ്ധി കൊണ്ട് അത് ആദർശൻ്റെ തല ഇരിക്കുകയും ചെയ്യും. ഈ അനന്തപുരിയിലുള്ളവരും അവൻ്റെ ഭാര്യ ഉൾപ്പെടെ എല്ലാവരും അവനെ വെറുക്കും, സംശയിക്കും. ഇവിടുന്ന് അവൻ ഇറങ്ങിപ്പോവും. അവനും ആ നയനയും കൂടെയുള്ള ജീവിതം ഞാൻ തകർക്കും എന്നൊക്കെ അഭി ജലജയോട് പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇതൊക്കെ നടന്നാൽ കൊള്ളാം. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ആദർശിൻ്റെ ആ ഒരു പൊങ്ങച്ചം തീരണം. അവൻ ഈ അനന്തപുരിയിലെ രാജാവാണെന്നും മൂർത്തി ജ്വല്ലറിയുടെ MD ആണെന്നുള്ള അഹങ്കാരം കൊണ്ട് മൊത്തത്തിൽ അങ്ങ് അടക്കി ഭരിച്ച് നടക്കല്ലേ. ഇപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയും വരെ ഭരിക്കുന്നത് അവനാ. അവൻ്റെ അഹങ്കാരം തീർക്കാൻ ചില പണിയൊക്കെ അവന് കൊടുക്കണം എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഭിക്ക് വരാൻ പോകുന്ന ആ വലിയ പണി അത് ആദർശിൻ്റെ തലയിൽ തന്നെ ചാർത്തി കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ആ കുഞ്ഞ് അനങ്കയുടെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അത് ആദർശിൻ്റെ തലയിലേക്ക് വച്ചു കൊടുക്കാനുള്ള പണിയാണ് അഭിയുടെ മനസ്സിലുള്ളത്. അത് ഏറെക്കുറെ അഭി നടപ്പാക്കുകയും ചെയ്യും കേട്ടോ. പിന്നീടാണ് കാര്യങ്ങളൊക്കെ വ്യക്തമാകാൻ പോകുന്നത്. അത് നമ്മുടെ നവ്യ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അഭിയുടെ കള്ളത്തരമാണെന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. അഭി എല്ലാവരെയും പറ്റിച്ചിരിക്കുന്നതാണെന്നുള്ള സത്യം തെളിയാണ് കേട്ടോ. അങ്ങനെ തെളിഞ്ഞു കഴിയുമ്പോഴാണ് നവ്യയ്ക്ക് ബുദ്ധിമുട്ടും തലകറക്കവും വെപ്രാളവും ടെൻഷനും എല്ലാം വരുന്നത്. അഭിയെക്കുറിച്ച് ആലോചിക്കുമ്പം തന്നെ ആകെപ്പാടെ ദേഷ്യം വരികയും നവ്യ തന്നെ അഭിക്കെതിരെ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡിവോഴ്സിലേക്ക് വരെ പോകുന്നുണ്ട് അഭിയും നവ്യയും കൂടെ. ആ കഥയ്ക്ക് ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് വരുന്ന വീഡിയോസിലൂടെ നമ്മൾ പറയാം. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം ദേവയാനി ആണെങ്കിൽ സ്നേഹിച്ച് കൊല്ലുവാണ് നയനയെ തിരിച്ചു കിട്ടുക ഇവിടെ വരികയും ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ദേവയാനി നയനയ്ക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് അറിയാമില്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ അടുക്കളയിൽ ദേവയാനി എന്തൊക്കെയോ കാര്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അനാമിക പതുക്കെ ചെല്ലാണ്. അനാമിക ചെല്ലുമ്പോൾ നല്ല പായസത്തിൻ്റെ മണം, നല്ല പാലട പായസത്തിൻ്റെ മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അനാമിക അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ വല്യമ്മ പായസം ഉണ്ടാക്കുവാണോ? ഇന്നെന്താ പ്രത്യേകത വല്യമ്മേ? എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ വെറുതെ കുറച്ച് പായസം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എന്ന് പറയാ. എന്തായാലും ഞാൻ ഇത്തിരി പായസം കുടിക്കാൻ ഓർത്തിരിക്കുകയായിരുന്നു. ആഗ്രഹിച്ചിരുന്ന സമയത്ത് തന്നെ വല്യമ്മ അത് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാ പറയുന്നത്, സ്നേഹമുള്ളവർക്ക് പരസ്പരം മനസ്സറിയാൻ പറ്റുമെന്ന്. വല്യമ്മ എൻ്റെ മനസ്സറിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുമ്പം ദേവയാനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കേട്ടോ. അവളുടെ മനസ്സ് ഞാൻ അറിഞ്ഞെന്ന്, അവൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് അവളുടെ ഭാവം. ഇതെൻ്റെ മരുമോള് നയനയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. അവൾ പോയിട്ട് തിരിച്ചു വന്നപ്പം എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും എൻ്റെ മനസ്സിനൊരു തൃപ്തിയാവില്ല. എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. നയന മോൾക്ക് പാലട പായസം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാ, അല്ലാതെ അനാമികയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതൊന്നും അല്ല. അവൾ അങ്ങനെ അങ്ങ് വിചാരിക്കട്ടെ. ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അവളെന്തിനാ എന്നോട് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്? അവളുടെ അമ്മായിയമ്മ ജാനകിയോട് പറഞ്ഞൂടെ? ഇല്ലെങ്കിൽ അവളുടെ അമ്മ രേവതിയോട് പറയാമല്ലേ? എൻ്റെ അടുത്ത് വന്ന് എന്തിനാ ഇവളീ കൊഞ്ചുവും കൊണുങ്ങും ചെയ്യുന്നത്? എനിക്ക് ഇവളുടെ സ്വഭാവം ഇപ്പം അത്ര ഇഷ്ടപ്പെടുന്നില്ല. അനി പറഞ്ഞത് നേരെ തന്നെയാ. ഒരു വല്ലാത്ത സ്വഭാവം, മുഴുവൻ അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മരുമോളെ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ഇവൾ വന്നാലുണ്ടല്ലോ, ഈ തിളച്ച പായസം അവളുടെ മുഖത്തിരിക്കും എന്നൊക്കെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ വീണ്ടും അനാമിക അടുത്തേക്ക് ചെന്നിട്ട് പറയാ, പായസം ആയോ വല്യമ്മേ? എന്ത് നല്ല മണോ വരുന്നേ. അപ്പം ദേവയാനി പറയാണ്, പായസം ആവുമ്പോൾ തരാം അനാമികയെ. നീ ഇങ്ങനെ കിടന്ന് ബഹളവും വെപ്രാളവും പിടിച്ചാലോ? അപ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് അനാമിക, അതെ
ഞാൻ ബഹളമൊന്നും വെക്കുന്ന അല്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ വല്യമ്മേ, വല്യമ്മയുടെ മരുമോളുണ്ടല്ലോ ആ നയന, അവളിപ്പോൾ അടുക്കളയിലേക്കൊന്നും വന്ന് കാണുന്നില്ലല്ലോ, ഓഫീസിലും പോയി കാണുന്നില്ല. ആകെ മൊത്തം സുഖിച്ച് മുറിക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. അവൾക്ക് കൂടി വന്ന് ഈ പായസമൊക്കെ ഉണ്ടാക്കാൻ വല്യമ്മയൊന്ന് സഹായിച്ചൂടെ? അവൾ ഇതിന് വന്നോ? ഇനി കുടിക്കാറാവുമ്പോൾ ഗ്ലാസ്സും എടുത്തോണ്ട് വരും, പായസം തരാൻ പറഞ്ഞ്. കൊടുക്കരുത് വല്യമ്മേ, കൊടുക്കരുത്. അങ്ങനെ വെറുതെ വിടരുത്. അവളിപ്പോൾ അവിടെയായിരുന്നെങ്കിൽ, നന്ദാവനത്തിലായിരുന്നെങ്കിൽ അവിടെ ജോലിയൊക്കെ ചെയ്യണ്ടായിരുന്നോ? ഇതിപ്പോൾ ആദർശേട്ടൻ പോയി കാല് പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അതിൻ്റെ അഹങ്കാരം അവൾക്ക്. അവർ കുടുംബത്തിൽ എല്ലാവരും അഹങ്കാരം പിടിച്ചവരാ. ആ നവ്യ, അവള് കണ്ടില്ലേ, ജലജ അപ്പച്ചിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഉണ്ണിയപ്പം ഉണ്ടാക്കിച്ചെന്ന്. അവളുടെ അഹങ്കാരം ചില്ലറയാണോ? ഇവിടെ നിന്നപ്പോൾ അവൾക്ക് എന്തെല്ലാം ഉപകാരങ്ങളാ ചെയ്തു കൊടുത്തത് അപ്പച്ചി. എന്നിട്ട് അമ്മായിയമ്മയുടെ കൈകൊണ്ട് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കണമെന്ന് പറഞ്ഞ് ജലജ അപ്പച്ചിയെ വിളിച്ചിരിക്കുന്നു. പാവ അപ്പച്ചി. അപ്പച്ചി ആയിക്കൊണ്ട് പോയി ഉണ്ടാക്കി കൊടുത്തു. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അനാമിക. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പറഞ്ഞ് അവൾ നയനെ കുറ്റം പറഞ്ഞ് കുത്തിപ്പറഞ്ഞ് വരികയാണല്ലോ. എൻ്റെ മരുമോൾ എവിടെ ഇരുന്നാലും ഇവക്കെന്താ? ഇവളെന്തിനാ എപ്പോഴും ഇങ്ങനെ വന്ന് എൻ്റെ അടുത്തിരുന്ന് കുറ്റവും പരദൂഷണവും പറയുന്നത്? ഇവക്ക് ആ മുറിയിലെങ്ങാനും പോയി ഇരുന്നൂടെ എന്ന് പറയുകയാണ്. അങ്ങനെ പായസമൊക്കെ റെഡിയായി കഴിയുമ്പം ദേവയാനി അത് അടച്ചു വെച്ചിട്ട് ദേവയാനി പോവാണ് കേട്ടോ നയനയെ വിളിക്കാൻ. നയനയ്ക്ക് തന്നെ ആദ്യം പായസം കൊടുക്കണം എന്നുള്ളത് ദേവയാനിയുടെ ഇഷ്ടമാണ്. നയനയ്ക്ക് വേണ്ടി മാത്രമാണ് ദേവയാനി ആ പായസം ഉണ്ടാക്കിയിരിക്കുന്നതും. നയനയെ വിളിക്കാൻ റൂമിലേക്ക് ദേവയാനി പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ അനാമിക ചെന്നിട്ട് മണത്ത് പിടിച്ചൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. പായസം ഉണ്ടാക്കി വെച്ചിട്ട് വല്യമ്മ എങ്ങാണ്ട് പോയി. എന്തായാലും ചൂടോടെ ഒരു ഗ്ലാസ് എടുത്ത് ഞാൻ കുടിക്കാം. അതെന്താന്ന് വെച്ചാൽ ഈ ഉണ്ണിക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും, അല്ലാതെ ആർക്കാ? അപ്പം വല്യമ്മ വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അനാമിക പോയിട്ട് ഗ്ലാസ് എടുത്ത് ആ പായസം കുറച്ച് എടുക്കുകയാണ്. എടുത്തിട്ട് അവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ദേവയാനി തിരിച്ചങ്ങോട്ട് വരുന്നത്. ദേവയാനി നയനെയും കൂട്ടിക്കൊണ്ട് വരുവാണ് പായസം കൊടുക്കാനായിട്ട്. അപ്പോഴാണ് കാണുന്നത് അനാമിക ഇരുന്ന് കുടിക്കുന്നത്. ദേവയാനിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ദേവയാനി ചോദിക്കുക, എന്താ അനാമിക ഇത്? നിനക്ക് പായസം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ? ഞാനിതിവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഉടനെ നീ അതെടുത്ത് കുടിക്കണമായിരുന്നോ? അതിനല്ല, ഞാനത് ഒരാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അനാമിക പറയേ, എന്താവശ്യത്തിനാണ് വല്യമ്മ ഉണ്ടാക്കിയത്? എല്ലാവർക്കും തരാനല്ലേ. എനിക്ക് കൊതി പിടിച്ചിട്ട് നിന്നില്ല, അതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചെടുത്ത് കുടിച്ചെന്നേ ഉള്ളൂ. അതിന് വല്യമ്മ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? ദേഷ്യപ്പെട്ടല്ല അനാമികയെ, നയനയ്ക്ക് കൂടി കൊടുക്കണ്ടേ? അതിനിവിടെ ഉണ്ടല്ലോ, നയനയ്ക്ക് കൊടുത്തൂടെ? ഇവക്കിനി എടുത്തെന്താ വല്യമ്മ കൊടുക്കണോ? അവക്ക് തന്നെ എടുത്ത് കുടിച്ചൂടെ? ഇതെന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ? ഈ അഹങ്കാരിയെ പൊക്കി പിടിച്ച് നടക്കാൻ വല്യമ്മയ്ക്കൊരു മടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാ, അനാമികെ, എന്നെ ഭരിക്കാനൊന്നും നീ വരണ്ട. ഇതെൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കി വെച്ച പായസമാ, അതെടുത്ത് കുടിക്കാനേ എനിക്കറിയാം. നിനക്ക് വേണമെങ്കിൽ നിൻ്റെ അമ്മായിയമ്മയെക്കൊണ്ട് പായസം ഉണ്ടാക്കിക്കേ, എന്നിട്ട് എടുത്ത് വെച്ച് കുടിക്കേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ബഹളം വയ്ക്കുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ രണ്ടുപേരും കൂടെ രാവിലെ ബഹളം? അപ്പോൾ അനാമിക പറയാണ്, ഇവളെന്നെ ഭരിക്കാൻ വരികയാണ്. ആദർശേട്ടൻ ചെന്ന് നന്ദാവനത്തിൽ നിന്ന് കാല് പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അതിൻ്റെ അഹങ്കാരം അവൾക്ക്. ഇനിയിപ്പോൾ വല്യമ്മ പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവൾക്ക് ആദ്യം കൊടുക്കണമായിരുന്നെന്ന്. ഞാൻ കുറച്ച് പായസം എടുത്ത് കുടിച്ചതിനാ അവൾ ഇത്രയും എൻ്റെ തലയിലേക്ക് കയറി വരുന്നത്. മുത്തശ്ശി ഇതൊക്കെ കാണുന്നില്ലേ? അപ്പോൾ ഉടനെ മുത്തശ്ശി പറയാണ്, അത് എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? നയനമോക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ദേവയാനി ആ പായസം ഉണ്ടാക്കിയത്. അവളുടെ മരുമോക്ക് വേണ്ടി ഉണ്ടാക്കിയ പായസം നീ എന്തിനാ അനാമികയെ ആദ്യം എടുത്ത് കുടിച്ചത്? അതൊക്കെ മോശമല്ലേ അനാമികയെ? അപ്പോഴേക്കും അനാമിക പറയാണ്, അത് വല്യമ്മ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന് മുത്തശ്ശിയോട് ആര് പറഞ്ഞു? വല്യമ്മ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതൊന്നും അല്ല, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് അനാമികെ, നിന്റെ അമ്മായിയമ്മയില്ലേ ജാനകി, അവളോട് പറഞ്ഞൂടെ, അവൾ നിനക്ക് കുറച്ച് പായസം ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. അപ്പോൾ വല്യമ്മയും കളം മാറി ചവിട്ടിയല്ലേ? മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങളുടെ പോക്കൊക്കെ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. വല്യമ്മയും ഇവളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ ഒരു അഭിനയം. എന്ത് നാടകം ഇവിടെ കളിച്ചത്? നിങ്ങൾ കഴിഞ്ഞ ദിവസവും പറയുന്നത് കേട്ടു ഇവിടെ നാടകം കളിച്ചെന്ന്. എനിക്കും അതുപോലെ തന്നെ അപ്പച്ചിക്കും അമ്മയ്ക്കും മാത്രമേ ഇതൊക്കെ മനസ്സിലാവാതെ ഉള്ളൂ. ബാക്കി എല്ലാവരും കൂടി ഒത്തോണ്ടാണ് ഈ നാടകം കളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ട അനാമികയാണെങ്കിൽ കയറി അങ്ങ് പോവാണ് കേട്ടോ.
അങ്ങനെ ചെന്ന് കഴിയുമ്പോഴേക്കും ജാനകിയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ വല്യമ്മ ഉണ്ടാക്കി വെച്ച കുറച്ച് പായസം ഒന്ന് എടുത്ത് കുടിച്ചു പോയി. അതിൻ്റെ ബഹളം അവിടെ കേട്ടത്. വല്യമ്മ ഇപ്പം ആ നയനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പായസം ഉണ്ടാക്കുന്നത്, അവൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം, അവൾ കുടിക്കാൻ വേണ്ടിയിട്ടും. ഇതിപ്പം മനസ്സിലായില്ലേ നാടകം കളി എന്താന്ന്? നമ്മളെല്ലാം പൊട്ടന്മാരാക്കി അവരെല്ലാവരും ഒത്തുകൊണ്ട് നാടകം കളിക്കുക ഇവിടെ എന്നൊക്കെ പറയുകയാണ്. അതിനൊക്കെ ശേഷം ആദർശാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നയനെയും ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിപ്പിച്ചു. അവളും അമ്മയും കൂടി സന്തോഷമായിട്ട് ജീവിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ എന്നോട് അങ്ങനെ ഒരു കള്ളത്തരം അവൾ ചെയ്തപ്പം അതിന് പകരം എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തായാലും നയനയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. വിഷുവിന് പോലും ഞാൻ അവളെ കാണാനായിട്ട് നന്ദാവനത്തിലേക്ക് പോവുക, വിഷു കൈനീട്ടം കൊടുക്കുക ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സമ്മാനം അവൾക്ക് കൊടുക്കണം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോഴാണ് ദേവയാനി ഈ പായസമൊക്കെ ആയിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ആദർശ് ചോദിക്കുക, എന്താ അമ്മ ഇന്ന് ഈ പായസമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശിനോട് ദേവയാനി പറയുന്നുണ്ട്, ഇല്ല മോനെ, പ്രത്യേകതയൊന്നുമില്ല. എന്തായാലും നീ നയനമോളെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ, എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് നയനമൊക്കെ എൻ്റെ കൈകൊണ്ട് ഒരിത്തിരി പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് എന്ന് പറയണം. അപ്പോൾ ആദർശ് ദേവയാനിയോട് പറയുന്നുണ്ട്, അത് ശരിയാമേ, വിഷുവായിട്ട് ഞാൻ അവൾക്കൊരു സമ്മാനം പോലും കൊടുത്തില്ല. അവളുമായിട്ട് പിണങ്ങി ആവശ്യമില്ലാതെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് നന്ദാവനത്തിലേക്കൊന്ന് പോവുമോ, അവളെ കൂട്ടിക്കൊണ്ട് വരുമോ, വിഷു കൈനീട്ടം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. അതിന് പകരം അവൾക്കൊരു നല്ല സമ്മാനം കൊടുക്കണം. എല്ലാവരും കണ്ട് കണ്ണ് ഞെട്ടണം. ആ അനാമികയും അതുപോലെ ജലജയും അപ്പച്ചിയും എല്ലാവരും കണ്ടിട്ട് ഒന്ന് ഞെട്ടണം. അങ്ങനെ ഒരു സമ്മാനം വേണം അവൾക്ക് കൊടുക്കാൻ എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയാ, ശരിയാ മോനെ, നയനമോള് പറഞ്ഞിട്ട് അനാമികയ്ക്ക് വരെ ഞാനൊരു നെക്ലേസ് വാങ്ങിക്കൊടുത്തു, സ്വർണത്തിൻ്റെ ഒരു വലിയ നെക്ലേസ്. എന്നാ നയനമോക്ക് അങ്ങനെ ഒരു സമ്മാനം കൊടുത്തിട്ടില്ല നീ. അതുകൊണ്ട് നീ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. ഒരു ഡയമണ്ട് നെക്ലേസിൻ്റെ സെറ്റ് തന്നെ വാങ്ങി നീ അവൾക്ക് കൊടുക്ക്, എല്ലാവരും കാണട്ടെ. ഇപ്പം തന്നെ അനാമിക നയനയായിട്ട് വഴക്കുണ്ടാക്കിയ കയറി പോയിരിക്കുന്നത്. നയനയോട് അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് അവളൊന്ന് കണ്ട് ഞെട്ടട്ടെ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയമ്മേ, ഞാനൊരു ഡയമണ്ട് നെക്ലേസ് സെറ്റ് വാങ്ങി തന്നെ നയനയ്ക്ക് കൊടുക്കാമെന്ന് പറയാം. അങ്ങനെ ഒരു ഡയമണ്ട് നെക്ലേസിൻ്റെ സെറ്റൊക്കെ വാങ്ങി വരികയാണ് ആദർശ്. അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ നയനെ വിളിച്ചിട്ട് ആദർശ് പറയുന്നുണ്ട്, നയനെ, ഞാൻ നിനക്കൊരു സമ്മാനം തരാൻ പോവാമെന്ന് പറയുക. അപ്പോൾ ദേവയാനി സന്തോഷത്തോടെ വരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ജലജ ചോദിക്കുക, അതെന്താ ആദർശേ ഇപ്പം ഇവിടെ വെച്ചൊരു സമ്മാനം, ഇതെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നയനയുടെ പിറന്നാളാണോ അതോ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണോ? എന്താ ഇപ്പം നയനയ്ക്ക് സമ്മാനം കൊടുക്കാനൊരു പ്രത്യേകത? അപ്പോൾ ഉടനെ പറയുകയാണ് ആദർശ്, അതിപ്പോൾ എന്തെങ്കിലും പ്രത്യേകത വേണോ അപ്പച്ചി? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത വേണമെന്നുണ്ടോ? അല്ല, നീ അങ്ങനെ പ്രത്യേകിച്ച് സമ്മാനമൊന്നും കൊടുത്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ എന്താ അങ്ങനെ ഒരു തോന്നലെന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആദർശ് പറയാണ്, വിഷുവൊക്കെ അല്ലായിരുന്നോ, വിഷുവിന് നിങ്ങളെല്ലാവരും പരസ്പരം സമ്മാനമൊക്കെ കൊടുത്തില്ലേ? അനാമികയ്ക്കും എൻ്റെ അമ്മ വാങ്ങി സമ്മാനം കൊടുത്തില്ലേ? അതുപോലെ തന്നെ നയനയ്ക്കെന്ന ആ സമയം ഞാൻ സമ്മാനം കൊടുത്തില്ല. പിണക്കം കാരണം ഞാൻ നന്ദാവനത്തിലേക്ക് പോവോ നയനയ്ക്ക് വിഷു കൈനീട്ടം കൊടുക്കുകയോ ചെയ്തില്ല. അവളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നുമില്ല. അപ്പോൾ അതിനു പകരമായിട്ട് അവൾക്കൊരു സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് കൊടുക്കുന്നതേ ഉള്ളെന്ന് പറയാം. അപ്പം ദേവയാനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് ഇത് കേൾക്കുമ്പം കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ ഈ സമ്മാനം എടുത്തിട്ട് നയനയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം ഇത് നോക്കുമ്പോഴേക്കും ഒരു ഡയമണ്ട് നെക്ലേസിൻ്റെ സെറ്റാണ്, കമ്മലും മാലയും എല്ലാം കൂടെ വരുന്നത്. ഇത് കാണുമ്പം അനാമികയുടെയും ജലജയുടെയൊക്കെ കണ്ണ് തള്ളിപ്പോവാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട് ജലജ അനാമികയോട്, അത് കണ്ടോ അനാമികയെ, അവൻ കൊടുക്കുന്നത് എത്ര ലക്ഷം രൂപയുടെ സമ്മാനമാണെന്ന് നീ കണ്ടോ? വലിയ ഡയമണ്ട് നെക്ലേസും കമ്മലും എല്ലാം കൂടി എത്ര ലക്ഷം വരും? ഇതെല്ലാം നമ്മുടെ മൂർത്തീസ് ജുവലറിയുടെ ട്രസ്റ്റിൽ നിന്നല്ലേ പോകുന്നത്. ഗോവിന്ദൻ്റെ മകൾക്ക് ഇതിനൊക്കെയുള്ള യോഗ്യതയുണ്ടോ? നിനക്ക് അനി തന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ പകുതി മൂല്യമുള്ള എന്തെങ്കിലും ഒരു സമ്മാനം. അപ്പോൾ അനാമികയും പറയാണ്, ശരിയാ, ഒരു സാധനം അനി വാങ്ങി തന്നിട്ടില്ല, ഒരു ചെറിയ മോതിരം പോലും. ഇതിപ്പോൾ കണ്ടില്ലേ എത്ര ലക്ഷം രൂപയാന്ന്. അപ്പം ജലജ പറയാണ്, ഇതൊക്കെ നമ്മുടെ ട്രസ്റ്റിൽ നിന്ന് പോകുന്നതാ, അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരിഭവം ഇല്ല. മുത്തശ്ശനും മുത്തശ്ശിയും വരെ അതിന് സപ്പോർട്ടാണ്. അതുപോലെ പിന്നെ ഏടത്തിക്ക് മകനല്ലേ വലുത്, ഏടത്തിയുടെ മകനല്ലേ ഇവിടെ മുഴുവൻ അടക്കി ഭരിക്കുന്നത്.
അതുകൊണ്ട് അവൾ 2 കൈ നീട്ടി അത് സ്വീകരിക്കുന്ന കണ്ടില്ലേ? ഇതൊന്നും കണ്ട് സഹിച്ച് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ലെന്ന് പറയാം. അപ്പോൾ ആദർശം നയനയ്ക്ക് കൊടുക്കാണ് കേട്ടോ. ദേ ഈ സമ്മാനം നിനക്കുള്ളതാണെന്നൊക്കെ പറയാം. അപ്പം നയന പറയാണ്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ആദർശേട്ടാ, ഇതൊന്നും വേണ്ടായിരുന്നു. ഇത്രയും മൂല്യമുള്ള ഇത്രയും പണമുള്ള ഒരു സാധനം അത് സൂക്ഷിക്കുന്നതിനോടോ അല്ലെങ്കിൽ ഇതൊക്കെ അണിഞ്ഞ് നടക്കുന്നതിനോടോ എനിക്ക് യാതൊരു താല്പര്യവും എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയാണ്, അതല്ല മോളെ, ഇതൊക്കെ വാങ്ങി നീ സൂക്ഷിച്ചു വെക്കണം. എന്തെങ്കിലുമൊക്കെ അവസരം വരുമ്പം അണിയുകയും ചെയ്യണം. നീ അനന്തപുരിയിലെ മരുമകളാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ദേവയാനി. അത് കേൾക്കുമ്പം ജലജ അനാമികയോട് പറയാണ്, എന്തായാലും ആദർശിൻ്റെ ഈ അധികാരത്തിനൊരു തടയിടണം. അല്ലെങ്കിലേ ആദർശും അവൻ്റെ ഭാര്യയും കൂടി ഈ അനന്തപുരി മുഴുവൻ അങ്ങ് വിലക്കെടുക്കും. പിന്നെ നമ്മളൊക്കെ ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്